ഹലോ വെൽക്കം ബാക്ക്. ഇന്നിതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് മപ്പാസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പൊറോട്ട, ചപ്പാത്തി, അപ്പം എന്നിൻ്റെ കൂടെയൊക്കെ കോംബോ ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനിപ്പോൾ ഇതിനായിട്ട് 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് ഉപ്പാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് ഒരു കടായിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോന്ന് വീതമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടാനാണ് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത്. ഇതിലേക്ക് പച്ചമുളകാണ് ചേർക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇതാ സവാളയാണ് ചേർക്കുന്നത്. ഒരു വലിയ സവാള ചോപ്പ് ചെയ്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സവാള ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്തുണ്ടല്ലോ നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതാ ഒരു ചെറിയ തക്കാളി ക്യൂബ്സ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ പെട്ടെന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതാ തക്കാളിക്കൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ, പകരം കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഉപ്പാണ്. അത് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ മസാലകളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, എന്നാലേ പെട്ടെന്ന് ഉടഞ്ഞു പോകാതിരിക്കുള്ളൂ. ഇനിയിപ്പോൾ അതാ ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച ബീഫ് ഉണ്ടല്ലോ, അത് അതിൻ്റെ ചാറോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഞാനിപ്പോൾ അതാ ഒരു അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 2ാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ് പൊട്ടാറ്റോ ഒക്കെ ഒന്ന് വെന്ത് വരേണ്ടത്. അതുപോലെ തന്നെ ബീഫും ഒന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അതാ പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫും ഒന്ന് നന്നായിട്ട് വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഇതാ 1 ടീസ്പൂണ് വലിയ ജീരകം ഉണ്ടല്ലോ, അതൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് തേങ്ങയുടെ 1ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി തേങ്ങാപ്പാൽ ഒരുപാട് അങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട കേട്ടോ, കാരണം തേങ്ങാപ്പാലൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഒന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങുമല്ലോ. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയില അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അങ്ങ് ഒരുപാട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് തണുത്ത് വരുന്ന സമയത്ത് ഈ ചാറൊക്കെ ഒന്നുകൂടെ ഒന്ന് കുറുകി വരുന്നതാണ്. നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് മപ്പാസിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ബീഫൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ള മറ്റു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്